നോക്കൂ സത്യൻ, കാര്യങ്ങൾ വളരെ സങ്കീർണമാണ്. വടകരയിലേക്ക് വന്നാൽ ഒരു ഭാഗത്ത് അക്രമ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നു, മറുഭാഗത്ത് ദേശീയ പൗരത്വ വിഷയം ചർച്ച ചെയ്യുന്നു. ഇതാ മോദിയുടെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഡീസലിന്, പെട്രോളിന്, ഗ്യാസിന് ഉണ്ടായിരിക്കുന്ന വർധനവ് ചർച്ച ചെയ്യുന്നു. ഇരട്ടിയിലധികം ജീവിത ചെലവ് വർദ്ധിക്കുന്നു. തൊഴിലില്ലായ്മ ചരിത്രം കാണാത്ത വിധം ഉയർന്നത് ചർച്ച ചെയ്യുന്നു. ഇവിടെ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കുള്ള സ്ഥാനം സർ? ഇവിടെ വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ദേശീയ രാഷ്ട്രീയമായിരുന്നു, ഇടതുപക്ഷക്കാരൻ പറഞ്ഞ പോലെ തന്നെ. ആ ദേശീയ രാഷ്ട്രീയത്തിന് SDPI-കാരൻ കോൺഗ്രസിനെ പിന്തുണച്ചോടി ദേശീയ രാഷ്ട്രീയത്തിലെ ദിശ മാറി. ബോംബ് പൊട്ടിയോടുകൂടി അതിലായി ശ്രദ്ധ. ബോംബ് രാഷ്ട്രീയം എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട കാലഘട്ടം തന്നെയാ. അപ്പൊ ചർച്ച വഴിമാറി കഴിഞ്ഞു. പിന്നെ ദേശീയ രാഷ്ട്രീയം CPM അറിഞ്ഞു, ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ CPM യാതൊരു പ്രാധാന്യമില്ല. അവരാകെ മത്സരിക്കുന്നത് കേരളത്തിലെ 16 സീറ്റും പശ്ചിമബംഗാളിലെ 17 സീറ്റും രാജസ്ഥാനിൽ കോൺഗ്രസ് കൊടുത്ത ഒരു സീറ്റും തമിഴ്നാട് കൊടുത്ത ഒരു സീറ്റും മഹാരാഷ്ട്രയിൽ ശിവസേന കൊടുത്ത ഒരു സീറ്റില്ല. ആകെ 40 സീറ്റ് താഴെ മത്സരിക്കുന്നുള്ളൂ. അതിൽ എത്ര എണ്ണം കിട്ടുന്നു ഇവർക്ക് പിന്നെ ബോധ്യമല്ല. 1 2 കിട്ടിയാലായി. കഴിഞ്ഞ പ്രാവശ്യം 1 കിട്ടിയത്. 1980-കളുടെ അവസാനം BJPക്ക് 2 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീറ്റേ ഉള്ളൂ. 2004 ഇടതുപക്ഷത്തിന് 54 സീറ്റ് ഉണ്ടായിരുന്നു. എവിടേക്ക് പോയി? 3ലേക്ക് എത്തി. പശ്ചിമബംഗാൾ പോയി, ത്രിപുര പോയി. എന്താ അവസ്ഥ? കേരളത്തിൽ പോലും ഒരു സീറ്റ് കിട്ടുന്ന ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. എന്തുകൊണ്ടാ? BJPക്ക് ഇതുവരെ കേരളത്തിൽ കിട്ടിയില്ലല്ലോ. പക്ഷെ ഇപ്രാവശ്യം നരേന്ദ്രമോദി പറഞ്ഞു 2 അക്കം കിട്ടുന്നു. അത് ആരുടെയാ? അത് കോൺഗ്രസിന്റെ ആണോ അതോ CPM-ന്റെ ആണോ? കോൺഗ്രസിന്റെ ആയാലും CPM-ന്റെ ഒറ്റ ഇന്ത്യ മുന്നണിക്കാരാ. 2 പേരിവിടെ നാടകം കളിക്കുക. എന്റെ ഇടത് ഭാഗത്തേക്ക് ഇവര് കേരളത്തിന്റെ അതിർത്തി കടന്ന ഒന്നാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇന്ത്യ മുന്നണിക്കാർക്ക് ആര് വോട്ട് ചെയ്യും? ഇന്ത്യ മുന്നണിനെ നയിക്കുന്ന രാഹുൽ ഗാന്ധി ആയാലും സോണിയാഗാന്ധി ആയാലും ആ കേസ് പെട്ട് ഏത് സമയത്ത് ജയിലിൽ പോകുന്ന പറഞ്ഞ് കാത്തു നിൽക്കുക. നാഷണൽ ഹെറാൾഡ് കേസിൽ അതിനെ നയിക്കുന്ന ലാലു പ്രസാദ് യാദവ് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തു നിൽക്കുക. കെജ്രിവാൾ ജയിലില്ല, കവിത ജയിലുള്ളത്. തമിഴ്നാട്ടിലെ പൊന്മുടി ജയിലിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ BJP ജയിലിലാവില്ലല്ലോ. ഇലക്ട്രൽ ബോണ്ടിൽ 6000 കോടി വാങ്ങിയ BJP ജയിലിലാവില്ല. ചുരുക്കി പറഞ്ഞാല് NDA-യും ഇന്ത്യ മുന്നണി തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണി അത് കൊള്ളക്കാര മുന്നണിയാണ്, ജയിലിലേക്ക് ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നണിയാണെന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളും BJPക്ക് അനുകൂലമായി ചിന്തിക്കും. 2 അക്ക സീറ്റ് ഈ പ്രാവശ്യം BJP കേരളത്തിൽ നേടിയെടുക്കും. 0-0 0-1 0-2 2 അക്ക ഏത് നമ്പരും ആവാം. 2014 CPM ഭരിക്കുന്ന ത്രിപുരയില് CPM 2 സീറ്റും 64% വോട്ടും BJPക്ക് 0.5 വോട്ടാ. 4 വർഷം കഴിഞ്ഞ സമയത്ത് 2018 BJP ഒറ്റയ്ക്ക് 3-2 ഭൂരിപക്ഷത്തോട് ജയിച്ചില്ലേ? എന്താ ലോജിക്കുള്ളത്? പക്ഷേ കേരളത്തിൽ എന്താ നിങ്ങൾ 17%-ൽ നിന്ന് 12%-ലേക്ക് ചുരുങ്ങിയത്? ഭാഷയിലല്ല ചിന്തിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് കേരളത്തിൽ നിങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന മാതിരിയല്ല ഈ നാട്ടിലെ വോട്ടർമാർ ചിന്തിക്കുന്നു. പശ്ചിമബംഗാളും ത്രിപുര തെളിയിച്ചു കഴിഞ്ഞു. അതനുസരിച്ച് കേരളത്തിൽ മാറ്റം ഉണ്ടാവും. ഒരു പത്രമാധ്യമം പറഞ്ഞത് 22% വോട്ട് ഈ വടകര പ്രഫുൽ കൃഷ്ണന് കിട്ടുന്ന പറഞ്ഞേ. 22% എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? 2.5 ലക്ഷം വോട്ടാ. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിക്കും. 3 ഇരട്ടി വരും. കേരളത്തിൽ വർദ്ധിച്ചില്ലേ? കഴിഞ്ഞ കുറെ വർഷമായി തിരുവനന്തപുരം ആര് തമ്മിലാ മത്സരം? BJP കോൺഗ്രസ് തമ്മിലാ മത്സരം അല്ലേ? 3 ഇലക്ഷനായിട്ട്. ഇപ്പൊ തൃശ്ശൂർ ആര് തമ്മിലാ മത്സരം? BJP കോൺഗ്രസ് തമ്മിലാ മത്സരം. എല്ലാരും പറഞ്ഞു. അവിടെ മുരളീധരൻ പറയുന്നത് താനും LDF-ഉം തമ്മിലാണ്, സുനിൽകുമാർ പറയുന്നത് താനും മുരളീധരനും തമ്മിലാണ് മത്സരമെന്നാണ്. അവിടെ സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലാണെന്നാണ് 2 മുന്നണികളും പറയുന്നത്. അത് നിങ്ങളുടെ ഇടതുപക്ഷ അതൊക്കെ വിടുന്നേ. ഞങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ചുരുക്കത്തിൽ കേരളത്തിൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്ക് അനുകൂലമായി വോട്ട് വീഴുമെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? നരേന്ദ്രമോദി നിങ്ങളൊന്ന് നടന്നു നോക്കുക. 6 വരിപ്പാത, റെയിൽവേ സ്റ്റേഷൻ വികസനം, എന്തെല്ലാം വികസനങ്ങൾ. പിന്നെ പെട്രോളിന്റെ കാര്യം പറഞ്ഞ തൊട്ടടുത്ത സംസ്ഥാനത്ത് കർണാടകയിലും തമിഴ്നാടിലും എന്താ വില? അത് 2 രൂപ സെസ് എന്തിനാ കൂട്ടിയത്? 2 രൂപ സെസ് കൂട്ടി. പെൻഷനർക്കാന്നൊരു പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അപ്പൊ തമിഴ്നാടിലെയും കർണാടകയിലെയും പെട്രോളിനേക്കാൾ വില കേരളത്തില് പിണറായി കൂട്ടിയത് എന്തിനാ കൂട്ടിയത്? 2014 അപേക്ഷിച്ച് 2024 പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇരട്ടിയായത് എങ്ങനെയാ? അല്ല, അന്ന് 2014 നിങ്ങൾ ഒരു ഷർട്ട് വാങ്ങുമ്പോൾ ഉള്ള വിലയാണോ ഇപ്പോൾ ഉള്ളത്? ഒരു ഷൂ വാങ്ങുമ്പോൾ ഉള്ള വിലയാണോ ഇപ്പോൾ ഉള്ളത്? സത്യം 2014 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില എത്രയായിരുന്നു? $105. ഇപ്പൊ എത്രയാ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില?
$87. അതെ. അപ്പൊ വില കുറയണോ കൂടണോ? അല്ല, പറഞ്ഞല്ലോ, നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി പറഞ്ഞല്ലോ, എന്ത് ഈ പറഞ്ഞു? പെട്രോൾ നേടുന്ന സെസ് ഉപയോഗിച്ചാണ് ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനം നടത്തുന്നത്. ആ. 8 വരി പാത കണ്ടോ, ആ. റെയിൽവേ ഇരട്ടിക്കുന്നത് കണ്ടോ, ആ. വന്ദേ ഭാരത് എക്സ്പ്രസ് കണ്ടോ, സാറേ, സ്ത്രീകൾക്കുള്ള സൗജന്യ സാറേ, പദ്ധതികൾ രണ്ട് ചോദ്യങ്ങൾ, കണ്ടോ? രണ്ട് ചോദ്യങ്ങൾ. കൃഷി സമ്മാൻ സമ്മതിച്ചു, പദ്ധതി കണ്ടോ? സമ്മതിച്ചു. കൃഷി സമ്മാൻ പദ്ധതി Yes, കണ്ടോ? yes, yes. ഇതൊക്കെ ഈ പൈസ ഉപയോഗിച്ചിട്ടാ. പെട്രോളും ഡീസലും. മനസ്സിലായില്ലേ? സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ പെട്രോളിന്റെയും ഡീസലിനും വില ഇങ്ങനെ കൂടിയാൽ ആർക്കോ ഓടിക്കാനായി ഈ ഹൈവേ? ചോദിക്ക്, ഇടതുപക്ഷക്കാരോട് ഏത് ചോദിക്ക്, വണ്ടി 2 ഓടിക്കാനായി ഈ രൂപയ്ക്ക് ഹൈവേ? കൂട്ടിയില്ലേ? സാർ, ആ വണ്ടികൾ പെട്രോൾ ഓടിക്കാൻ കൂട്ടിയില്ലേ? ഓട്ടോറിക്ഷക്കാർക്ക് ഡീസലിന് തികയുന്നില്ല പണം. ഞങ്ങളല്ല കൂട്ടിയത്. ആ. അങ്ങനെയാണ് കേരളത്തിൽ എന്തിനു കൂട്ടിയവര്? ആ, 2 സെസ് ഇങ്ങനെ കൂട്ടി. മറുപടി പറയുന്നത് രാഹുലാണ്. ഞാൻ അതിലേക്ക് വരാം രാജേഷ്. അതിനു മുമ്പ് വോട്ടർമാരുടെ പ്രതികരണം കൂടി നമുക്ക് എടുത്തു വരാം. എന്താണ് വളരെ പെട്ടെന്ന്